1973 പുറത്തിറങ്ങിയ ജീസസ് എന്ന ചിത്രത്തിൽ 5 സംഗീത സംവിധായകരുണ്ടായിരുന്നു. MS വിശ്വനാഥൻ, ആലപ്പി രംഗനാഥ്, ജോസഫ് കൃഷ്ണ, പിന്നെ നമ്മുടെ ദാസേട്ടനും. ഇതിൽ 5 ഗാനരചയിതാക്കളും ഉണ്ടായിരുന്നു. യേശുദേവൻ്റെ ജീവിതകഥ ആധാരമാക്കി ശ്രീ PA തോമസ് ആയിരുന്നു ഈ ചിത്രം സംവിധാനം ചെയ്തത്. ഇതിൽ ശ്രീ ഭരണിക്കാവ് ശിവകുമാർ രചിച്ച് ദാസേട്ടൻ സംഗീതം പകർന്ന് അദ്ദേഹം തന്നെ ആലപിച്ച ഗാഗുൽത്ത മലകളെ എന്ന ഗാനം യേശുദേവൻ്റെ കുരിശും പേറിയുള്ള അന്ത്യയാത്ര ചിത്രീകരിക്കുന്ന രംഗമായിരുന്നു. കണ്ണീരോടെ അല്ലാതെ നമുക്ക് ഈ രംഗം കണ്ടിരിക്കാൻ സാധിക്കുകയില്ല. ഗാഗുൽത്ത മലകളെ മരങ്ങളെ മുൾച്ചെടികളെ മറക്കുകില്ല ചരിത്ര സത്യം. ഇടതു തോളിൽ കുരിശും പേറി ഇടറി മലകൾ കയറി വരികയാണ് ദേവൻ. ഇടതു തോളിൽ കുരിശും പേറി ഇടറി മലകൾ കയറി വരികയാണ് ദേവൻ. മുൾമുടി ചൂടിയ മുത്തണി ശിരസുമായി ശുദ്ധ ഹൃദയൻ മനുഷ്യപുത്രൻ ആഞ്ഞാഞ്ഞു വീഴും ചാട്ടവാറടിയേറ്റു നിലം പതിക്കുന്നു. ഉയരെ കാൽവരി കുന്നിലേക്കുയറിപ്പോകും തനയന്റെ യാത്ര കാണവേ കന്യകമാതാവിൻ കരളൊരു കൈപ്പുനീർ കാസയായി. പ്രപഞ്ച പാപങ്ങളുറഞ്ഞു കൂടിയ ഭാരമേറിയ കുരിശുമായി പിന്നെയും വീഴും നാഥനെ ശീമോന്റെ കൈകൾ സഹായിക്കുന്നു. തിരുമുഖത്തേറ്റ മുറിവിലെ ചോരയും കർമ്മധീരൻ തന്റെ തൂവേർപ്പും ധന്യാധിധന്യ വെറോണിക്ക അനുതാപത്തോടെ തുടയ്ക്കുന്നു. യെരൂശലേം പുത്രികളെ, നിങ്ങൾ എനിക്ക് വേണ്ടി കണ്ണീരൊഴുക്കാതെ നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ സന്തതികൾക്ക് വേണ്ടിയും വിലപിക്കുവിൻ. എന്തെന്നാൽ മനുഷ്യർ പച്ചമരത്തോട് ഇപ്രകാരം ചെയ്താൽ ഉണങ്ങിയതിനോട് എന്തു ചെയ്യാൻ മടിക്കുകയില്ല. ധരണിയിൽ ധർമ്മവും നീതിയും കാട്ടിയ ധന്യനായ
നിർമ്മലമാം കൈകളിൽ കാരീരും വാണികൾ ആഞ്ഞടിക്കുന്നു. 1967 പുറത്തു വന്ന അന്വേഷിച്ചു കണ്ടെത്തിയില്ല എന്ന ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം തന്നെ അതിമനോഹരങ്ങളാണ്. ഇതിലെ താമരക്കുമ്പിളല്ലോ എന്ന ഭക്തിഗാനത്തിൽ ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിലെ ചില വരികളുടെ സ്വാധീനം നമുക്ക് ദർശിക്കാൻ സാധിക്കും. അങ്ങേയറ്റം ഹൃദയസ്പർശിയായ ഒരു സംഭവകഥ ഈ ഗാനവുമായി ബന്ധപ്പെട്ടുണ്ട്. ശ്രീ ബാബുരാജ് 1978 ഒക്ടോബറിൽ ചെന്നൈയിലെ ഗവൺമെൻറ് ആശുപത്രിയിൽ അസുഖബാധിതനായി കിടക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തെ കാണുവാനായി വന്നു. ഈ സുഹൃത്തിനോട് ശ്രീ ബാബുക്ക പറഞ്ഞു, താമരക്കുമ്പിളല്ലോ എന്ന ഗാനം ഒന്ന് പാടിത്തരൂ എന്ന്. സുഹൃത്ത് ആ ഗാനം പാടാൻ ആരംഭിച്ചു. ചരണത്തിലെത്തിയപ്പോൾ വിഷമിച്ചാണെങ്കിലും ബാബുക്കയും കൂടെ പാടാൻ തുടങ്ങി. എന്നാൽ ആ ചരണം കഴിയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം നമ്മളെല്ലാം വിട്ടുപോയി കഴിഞ്ഞിരുന്നു.